നമസ്കാരം. ഇന്ന് നമുക്ക് തൈര് സാദം ഉണ്ടാക്കാം. തൈര് സാദം എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, ലോങ് ഗ്രെയിൻ റൈസ്. ഇത് 1 കപ്പ് എടുത്തിട്ടുള്ളൂ. 1 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്. 3 വിസിൽ മതി. 4 കപ്പ് വെള്ളവും 3 വിസിലും, മീഡിയം ഫ്ലെയിം. ഇത്ര ആകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ വെന്ത് പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും നല്ലതായിട്ട് മാഷ് ചെയ്തെടുക്കാനുള്ളതാണ് ഈ തൈര് സാദം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിലേക്കായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തൈര് സാദം എന്ന് പറയുന്നത് ഒരു കംഫേർട്ട് തരുന്ന ഒരു കംഫേർട്ട് ഫുഡാണ്. മാത്രമല്ല നല്ലൊരു കാമിങ് ഇഫക്റ്റും നമ്മുടെ വയറിനൊക്കെ തരുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഇതിപ്പോൾ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാവണ്ട, എന്നാലും ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിയൊക്കെ നമ്മൾ തീരുമാനിക്കണം, എത്ര വേണം, എത്ര ലൂസ് ആവണം എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിലാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ വേറൊരു മെത്തേഡാണ് ചെയ്യാനുള്ളത്. കാരണം ലഞ്ച് ബോക്സിൽ ഇരിക്കുമ്പോൾ അത് കുറേ നേരം ഇരുന്ന് കഴിയുമ്പം നല്ലതായിട്ടൊന്ന് പുളി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം അത് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ തൈര് ചേർക്കാൻ പോവുകയാണ്. പക്ഷേ തൈര് ചേർക്കുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരിക്കലും ചൂട് ചോറിൽ തൈര് ചേർക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് തണുത്ത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് കടലപ്പരിപ്പും കറിവേപ്പില, പച്ചമുളക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, പിന്നെ ഇഞ്ചി. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് കായം, ഒരു ചെറിയൊരു 1/4 ടീസ്പൂൺ കായം വേണം. പിന്നെ എണ്ണ വേണം. അപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബട്ടർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ. അപ്പോൾ ഇവിടെ തൈരും പാലും ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈരും 1/2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ ആവശ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതെല്ലാം നമ്മളെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൈരിൻ്റെയും പാലിൻ്റെയും ഒക്കെ അളവ്, പിന്നെ നമുക്ക് എത്ര കട്ടി വേണം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ 1 കപ്പ്, ഈ 250 ml കപ്പിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കപ്പിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള തൈരാണ് ഇത്. അത്യാവശ്യമുള്ള പുളിയേ ഇതിനകത്തുള്ളൂ. ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത ഒരു തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചോറ് ഇപ്പോൾ സാധാരണ ടെമ്പറേച്ചറിൽ മാറിയതിന് ശേഷം മാത്രമാണ് തൈര് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് ചോറിൽ ഒരിക്കലും ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. എത്ര വേണ്ടി വരും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇത് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഉടനെ കൺസ്യൂം ചെയ്യാൻ പോകുന്ന ഒരു റൈസാണ്, പാക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ എനിക്ക് ഇത്രയും തൈരും ഇത്രയും പാലും ഒക്കെ ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ ലഞ്ച് ബോക്സിലാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പാല് കൂടുതൽ ചേർത്തിട്ട് തൈര് കുറയ്ക്കണം. അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും നന്നായിട്ട് പുളിച്ചു പോവും. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ അവർ പുളിച്ച ചോറാണെന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. തൈര് കുറച്ച് ചേർത്തിട്ട് പാല് കൂടുതൽ ചേർക്കുക. അപ്പോൾ അത് അഡ്ജസ്റ്റ് ആവും. ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചേർത്ത തൈരിന് വലിയ പുളിയൊന്നും ഇല്ല. സാധാരണ ഒരു വായിൽ വെച്ചാൽ തൈരാണെന്ന് തോന്നുന്ന ഒരു പുളിയേ ഉള്ളൂ. അത്രയ്ക്കുള്ള പുളിയുള്ള തൈരാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റ് അനുസരിച്ച് ഇതിൻ്റെ ഒരു വേർഷൻ മാറി മാറി വരും. ഇത് കുറച്ച് ലൂസായിട്ട് ഉള്ളതാണ് ചിലർക്ക് ഇഷ്ടം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി വേണമെങ്കിൽ ഇതിങ്ങനെ അങ്ങ് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കടുക് വറക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് പച്ചയ്ക്ക് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എണ്ണ നല്ലെണ്ണയല്ല എടുത്തിരിക്കുന്നത്, ഒലിവ് ഓയിൽ തന്നെയാണ്. ഞാൻ കൂടുതലും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വെളിച്ചെണ്ണ എടുക്കരുത് ഇത് ചെയ്യുമ്പോൾ, കാരണം ഇതൊരു തമിഴ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കേരള റെസിപ്പീസിനാണ് വെളിച്ചെണ്ണ എപ്പോഴും ചേരുന്നത്. അപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പും കൂടെ ഇടുമ്പോൾ ഒരു ക്രഞ്ചി കടിക്കാനൊക്കെ കിട്ടും. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ ഉഴുന്നും കുറച്ച് ചുവന്ന മുളകുമൊക്കെ ചേർത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. എന്താ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം. കാഷ്നട്ട്സും മുന്തിരിങ്ങ, ഉണക്കമുന്തിരിയൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഞാനിപ്പോൾ മുന്തിരിയൊന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് പോമഗ്രാനൈറ്റിൻ്റെ സീഡ്സൊക്കെ ഇട്ടൊന്ന് അലങ്കരിക്കാം. അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ഇതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ലൊരു കേർഡ് റൈസാണിത്. അപ്പോൾ കേർഡ് റൈസ് ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ഞാൻ ഉടനെ സെർവ് ചെയ്യുന്ന റൈസ് ആയതുകൊണ്ടാണ് ഈ തൈരിൻ്റെയും പാലിൻ്റെയൊക്കെ അളവ് ഇങ്ങനെ എടുത്തത്. നമ്മൾ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പാലും തൈരും ഒക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ആ റൈസ് ഇട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അരിയുടെ വേവിൻ്റെ അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. നമ്മൾ കൈമ റൈസോ ജീരകശാല റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൈസ് മാറ്റിയെടുക്കുമ്പോൾ വേവിനും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് കുക്കറിൽ സ്റ്റീമിൻ്റെ വിസിലിൻ്റെ ഒക്കെ അളവ് മാറ്റിയിടുക. കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, സാധാരണ കലത്തിൽ വേവിച്ചാലും മതി. അപ്പോൾ ഇവിടെ ഞാൻ മാങ്ങാ പിക്കിൾ ചേർത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഈ മാങ്ങാ പിക്കിളിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനാസ് കിച്ചൻ. ബൈ ബൈ.